അഹാന കൃഷ്ണയുടെ സാരിക്കട. ഈ സാരിക്കടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അവരുടെ വെബ്സൈറ്റിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും മനീഷ് മൽഹോത്ര ഡിസൈൻസ് ആണോ ഈ കിടന്ന് തൂങ്ങിയാടുന്നത് എന്ന്. അത്രയധികം പ്രീമിയം എക്സ്പെൻസീവ് പ്രൈസ് ടാഗുകൾ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രൈസ് ടാഗ് മാത്രമേ ഉള്ളൂ, തുണിയില്ലേ എന്ന്. തുണിയുണ്ട്. പുറത്തുള്ള ബുട്ടീക്കുകൾ 2000, 3000, 4000 രൂപയ്ക്ക് ലഭിക്കുന്ന സാധാരണ തുണിത്തരങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 7500 മുതൽ 16000 വരെ വില ഇവർ കയറ്റി വെച്ചാണ് കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ഒരു വിലക്കയറ്റം ഇത്രമേൽ ഇങ്ങനെ കുതിപ്പിക്കുന്നത്? അതിൻ്റെ പിന്നിൽ എന്ത് ചേതോ വികാരമാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇവരുടെ തന്നെ കമൻറ്റ് തൊഴിലാളികളാണോ എന്നൊന്നും അറിയില്ല. ഒരുപാട് അൺനെസസറി ആൻഡ് അൺവാണ്ടഡ് റീസൺസ് പറയുന്നുണ്ട്. ഒരു കൂട്ടം പറയുന്നത് ഇവർക്ക് വീഡിയോ എടുക്കാനും ഇവരുടെ മേക്കപ്പിനൊക്കെയുള്ള ചാർജ് ഈ സാരിയിൽ ഈടാക്കിയിട്ടാണ് പ്രൈസ് ഇവർ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മേക്കപ്പ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ലൊക്കേഷനുള്ള വാടക കൊടുത്താൽ പോലും ഇത്രയധികം എക്സ്പെൻസ് ഉണ്ടാവില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് തുണിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ തുണിയുടെ മാറ്റുകൂട്ടുന്ന അതിൻ്റെ മറ്റ് ഘടകങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ലാതെയാണ് പുറമേ 4000 രൂപയ്ക്ക് ലഭിക്കുന്ന സാരിക്ക് ഇവർ 7500 ഇട്ട് ആളുകളെ പറ്റിക്കാൻ നൽകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പുറമേ 4000 കൊടുക്കുമ്പോൾ ആ സാരി ചന്തേരിയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമായ ആ ഒരു സംഭവം തന്നെ ഞാനിവിടെ പറയാം. സാരി സ്റ്റോറീസ് ബൈ മിഥില, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് സാരി ബുട്ടീക്ക് നടത്തുകയാണ്. എത്രയധികം, അതായത് അഫോർഡബിൾ റേറ്റിൽ ഇത്രയധികം കളക്ഷൻ നമ്മളൊരു സാരി സ്റ്റോറിൽ ചെന്നാൽ പോലും നമുക്ക് കിട്ടത്തില്ല. അത്രയധികം വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആൻഡ് ജെനുവിൻ ആയിട്ട് ബിസിനസ് നടത്തുന്ന ഒരു വനിതാ സംരംഭകയാണ് മിഥില. കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം കൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അതിങ്ങനെ കുതിച്ചു പാഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ഫോളോവേഴ്സ് ഉണ്ട് ആ ഒരു പേജിന്. അപ്പം അവരുടെ പേജിൽ ഈ ഓണം സീരീസിൻ്റെ ഭാഗമായിട്ട് ഓഫ് വൈറ്റ് കളർ ചന്തേരി ഫാബ്രിക്കിൽ പെടുന്ന ഒരു സാരിക്ക് അവർ നിശ്ചയിച്ചിരിക്കുന്നത് 4000 രൂപയാണ്. ആ സെയിം സാരി, സെയിം കളർ, സെയിം ആ എംബ്രോയ്ഡറി പോലും എല്ലാം ഒരേപോലെയുള്ള ആ സെയിം സാരിക്ക് അഹാന കൃഷ്ണയുടെ വെബ്സൈറ്റിൽ വന്നപ്പോഴത്തേക്കും 7500-നും 8000-നും ഇടയിലുള്ള ഒരു വിലയാണ്. എന്തുകൊണ്ട് ഇത്രയധികം വില ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇവരുടെ വിലക്കയറ്റത്തിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. ഇവർ 4 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണല്ലോ ഈ ഒരു സാരി ബുട്ടീക്ക് എന്ന് പറയുന്നത്. അതായത് അമ്മ, ബാക്കി 3 പെൺമക്കൾ, അഹാന കൃഷ്ണ, ഇഷാനി കൃഷ്ണ, പിന്നെ ഹൻസിക, ഈ 4 പേരും കൂടെയും ഒരു സാരി വിറ്റതിന് ശേഷം വട്ടമിരുന്നിട്ട് ഇത് പങ്കുവയ്ക്കുമ്പോൾ അധികം നാണക്കേടില്ലാത്ത ഒരു പ്രൈസ് ഇവർക്ക് 4 പേർക്കും വീതം വെച്ച് കിട്ടണം. ഒരു സാരി ഇപ്പോൾ 4000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 500 രൂപ വീതം ഓരോരുത്തർക്കും കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് കട്ടൻ ചായ പോലും കുടിക്കാൻ അത് തികയില്ല എന്നുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഇവർ വളർന്നു എന്നുള്ളൊരു സത്യം നമ്മളും മനസ്സിലാക്കിയിരിക്കണം. നമ്മളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയോ? അവരുടെ അവസ്ഥ നമ്മളും കൂടെ മനസ്സിലാക്കണ്ടായോ? അപ്പോൾ ഒരു സാരി 4000 രൂപയ്ക്കോ 3000 രൂപയ്ക്കോ അതിന് മാത്രം മതിപ്പുള്ള ഒരു ക്വാളിറ്റിയിലുള്ള തുണി അതേ വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മിച്ചം കിട്ടത്തില്ല. 4 പേർക്കും വിഭാഗിച്ചെടുക്കുമ്പോൾ അത് ഇച്ചിരി കനമുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. ആ ഒരൊറ്റ ചിന്ത മാത്രം വെച്ച് ബിസിനസ് ചെയ്താൽ ഇങ്ങനെയിരിക്കും. ഇവർ ഈ ഓൺലൈൻ ഈ സാരി ബുട്ടിക്ക് തുടങ്ങിയ ദിവസം മുതൽ ഞാൻ ഇവരുടെ കീറാപ്പാറ കച്ചവട തന്ത്രം നമുക്ക് മനസ്സിലായി. ഞാൻ മാത്രമല്ല, ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് പറയാം. നമ്മുടെ ആര്യ ബെഡായിക്ക് കാഞ്ചീവരം.in എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു സാരി ബ്രാൻഡ് ഉണ്ട്, ബുട്ടീക്ക് ഉണ്ട്. നമ്മുടെ പൈപ്പ് ലൈനും വൈറ്റിലേക്കും ഇടയ്ക്കായിട്ട് സാരി സ്റ്റോറായിട്ട് നടത്തിയിരിക്കുകയാണ്. അവർ യൂട്യൂബിലൂടെ ഇൻസ്റ്റയിലൂടെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ ജെനുവിൻ ആയിട്ട് ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ഒരു സംരംഭകയാണ് ആര്യ ബെഡായി എന്ന് പറയുന്നത്. അവരുടെ ചാനലിൽ ഒരു ദിവസം ഒരു സാരി അവരിങ്ങനെ കാണിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അഹാന കൃഷ്ണയുടെ വെബ്സൈറ്റിൽ അതേ സാരി, അപ്പോൾ ആര്യ ബെഡായി ആ സാരിക്ക് ഇട്ടിരുന്നത് 7500 രൂപയായിരുന്നു. അഹാന കൃഷ്ണയുടെ വെബ്സൈറ്റിൽ കയറിയപ്പോഴേക്കും അത് 15000 സംതിങ് രൂപയായി. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അതായത് നമ്മളൊരു ബിസിനസ്, അത് എന്തായിക്കോട്ടെ, എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സാണ് ഒരു ബിസിനസ്സിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഫിനാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പം എന്ത് ബിസിനസ്സാണോ നടത്തുന്നവർ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ക്യാപിറ്റൽ വേണം. അതുകൊണ്ട് ഫിനാൻസ് ഇസ് എ ബാക്ക് ബോൺ. പക്ഷേ അത് കഴിഞ്ഞാൽ ഫിനാൻസിനൊപ്പം തന്നെ നിൽക്കുന്നത് കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ കട്ടയും പടവും ബോളും മടക്കേണ്ടി വരും. അപ്പോൾ കസ്റ്റമേഴ്സ് എന്നുള്ളൊരു കാര്യം ഇവരുടെ ചിന്തകളിൽ പോലും ഇല്ല. ഇവർ ബൊട്ടീക്ക് തുറന്നപ്പോൾ ഇവർക്കാകെയുള്ള ഒരു ലക്ഷ്യം പൈസ നേടുക എന്നുള്ളതായിരുന്നു. അതും 4 പേർ പങ്കിട്ടെടുക്കുമ്പോൾ അധികം നാണക്കേടില്ലാത്ത രീതിയിൽ 4 പേർക്കും, അതായത് ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു സാരി വിറ്റ് പോവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഇവർക്ക് കാണത്തുള്ളൂ. കാരണം
കഴിഞ്ഞ ദിവസം ചർച്ചാ വിഷയമായിട്ടുള്ള ആ സാരി സ്റ്റോറീസിലെ മിഥില ഇട്ടിരുന്ന അതേ സാരി ഇന്ന് അഹാന കൃഷ്ണയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കാരണം എല്ലാവരും അറിഞ്ഞിട്ടും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ ഒരു സാരി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകണമെങ്കിൽ അഹാന കൃഷ്ണ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സാരി മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ ഒറ്റ കയ്യിലെ വിരലിൽ ഒതുങ്ങാവുന്ന സാരികൾ മാത്രം സെലക്ട് ചെയ്ത്, അതും മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും മാത്രം ഇവർ വാങ്ങിയതിന് ശേഷം ഓരോ സാരിക്കും ചിലപ്പോൾ ഒരു 5 സാരി 7 സാരി ആയിരിക്കും, ഈ ഓരോ സാരിക്കും 15,000 അല്ലെങ്കിൽ 7,000 മുതൽ 15,000 വരെ പ്രൈസ് ടാഗ് ഇട്ടിട്ട് ഇവർ വെബ്സൈറ്റിലേക്ക് ഇടുകയാണ്. അതായത് ഒരു ഒരു എന്നാ പറയുന്നത്, ഭാഗ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിറ്റ് പോകട്ടെ എന്ന്. ആ ഒരെണ്ണം ആളുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ ഓരോരുത്തർക്കും പങ്കിട്ടെടുക്കാനുള്ള അത്യാവശ്യം എമൗണ്ട് ആയി. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ സാരി ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അതിനർത്ഥം ആ ഒരൊറ്റ സാരിയുള്ള, ആ പാറ്റേണിലുള്ള ഒരൊറ്റ സാരിയേ ഉള്ളൂ. ഈ ചരിത്രം ആളുകൾ അറിയുന്നതിന് മുന്നേ ഏതോ ഒരു ഹതഭാഗ്യ അത് വാങ്ങിച്ച് കീശയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ സംരംഭകരെ എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആര്യ ബഡായി ആണെങ്കിലും സാരി സ്റ്റോറീസ് ബൈ മിഥില ആണെങ്കിലും ഇതുപോലെ ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള നല്ല ബ്രാൻഡുകൾ നടത്തുന്ന ഓൺലൈൻ ബുട്ടീക്സ് ഉണ്ട്. ഇപ്പം സൽവാറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടീ റോസ് ബൈ ഇസബെല്ല എന്നുണ്ട്. കുറച്ച് പ്രീമിയം ക്വാളിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ ടീ റോസ് ബൈ ഇസബെല്ല പ്രൊമോഷൻ അല്ല കേട്ടോ. അതുപോലെ സമീറ സനീഷിൻ്റെ, എല്ലാവർക്കും അറിയാം, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ കോസ്റ്റ്യൂം ഡിസൈനറാണ് സമീറ സനീഷ്. സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ എല്ലാം കിട്ടിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അവരുടെ ബുട്ടിക്ക് കലൂറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ അവരുടെ ബുട്ടിക്കിൽ പോയി കഴിഞ്ഞപ്പോൾ, അതുപോലെ ടീ റോസ് ബൈ ഇസബെല്ലയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അവരുടെ ഷോപ്പിൽ കിടക്കുന്ന ഫാബ്രിക് നമുക്ക് വേറെ ഒരിടത്തൊന്നും കിട്ടില്ല. ആ ഒരു സ്റ്റിച്ചിങ് ക്വാളിറ്റി വേറെ ഒരിടത്തൊന്നും നമുക്ക് കിട്ടില്ല. അത്രയധികം പെർഫെക്റ്റ് ആയിട്ട് അത്രയും നല്ല ക്വാളിറ്റി ക്ലോത്താണ് അവർ നമുക്ക് തരുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക എന്നുള്ള ഒരു ബിസിനസ്സാണ് അവർ അവിടെ ചെയ്യുന്നത്. അതാണ് ഒരു ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക, അല്ലെങ്കിൽ പാഷനാണ് എൻ്റെ ഈ ബിസിനസ് എന്ന് പറയുന്നതെന്ന് അവർക്ക് നന്നായിട്ട് പറയാൻ സാധിക്കും. ഈ ആര്യയെ പോലുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കും. അഹാനെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റാർഡം ഇവർ മിസ്യൂസ് ചെയ്യാണ്. സ്റ്റാർഡം എന്നെനിക്ക് പറയാൻ ശരിക്കും നാണക്കേടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ഹൈപ്പ് ഇവർ മിസ്യൂസ് ചെയ്യാണ്. അതായത് ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണും, ഏതൊക്കെയോ രീതിയിൽ ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങൾ ശരികൾ മാത്രമേ ചെയ്യൂ എന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിച്ചത് മുഖേന ഞങ്ങൾ എന്ത് കാണിച്ചാലും അവർ ഇരുകൈയും സ്വീകരിക്കും എന്നുള്ളൊരു ധാർഷ്ട്യം ഇവർക്കുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ സ്വയമായിട്ട് ഇവർക്ക് വലിയൊരു സെലിബ്രിറ്റി പവർ ഇവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വിചാരം, ഈ കെ ഫാമിലിയിലുള്ള ഈ 4 മക്കളുടെയും വിചാരം, പാരൻസിനെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല, ഈ 4 പെൺകുട്ടികളുടെയും വിചാരം ഇവർക്ക് എന്തോ, എസ്പെഷ്യലി അഹാനയ്ക്കും ഈ ദിയയ്ക്കൊക്കെ വിചാരം ഇവർ ഭയങ്കരമായിട്ട് ഹൈപ്പുള്ള എന്തോ സെലിബ്രിറ്റി കിഡ്സോ അല്ലെങ്കിൽ അത്രയും സെലിബ്രിറ്റി വാല്യൂ ഉള്ള ആളുകളോ ഒക്കെയാണ്. അപ്പം ഞങ്ങളുടെ കടയിൽ ഇത്രയും വില ഞങ്ങൾ നിശ്ചയിക്കും, അത് നിങ്ങൾ വാങ്ങിച്ചേ മതിയാകൂ എന്നുള്ള വിഡിത്തം കലർന്ന ഒരു ചിന്താഗതി മാത്രമാണ്. അല്ലാതെ തുണിയെക്കുറിച്ചോ അല്ലെങ്കിൽ കസ്റ്റമറും ഈ ഓണറും തമ്മിൽ ഉള്ള ബോണ്ട് എന്താ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധമോ ഒന്നും ഇവർക്കില്ല. നിങ്ങൾ ആലോചിക്കണം, സാരി സ്റ്റോറീസ് ബൈ മിഥിലയിൽ 4000 രൂപയ്ക്ക് അവരിട്ടിരിക്കുന്ന സാരി, ആ സാരിക്ക് ആ പ്രൈസ് വേർത്താണ്. അതേ സാരിക്ക് ഇവർ ഇട്ടിരിക്കുന്നത്, അഹാന ഇട്ടിരിക്കുന്നത് 7500 രൂപ. അഹാന ഒരിക്കലും ചിന്തിക്കുന്നില്ല ചന്തേരിയിൽ ഇറങ്ങിയിരിക്കുന്ന ഈ സാധാരണ സാരി 7500 രൂപയ്ക്ക് ഒരു കസ്റ്റമർ വാങ്ങിച്ചാൽ ആ 7500 രൂപയ്ക്ക് അതേ കസ്റ്റമറിന് നല്ല ഒന്നാന്തരം ടസർ സിൽക്കിൻ്റെ സാരി കിട്ടും, അല്ലെങ്കിൽ ബനാറസിയുടെ നല്ല ഒന്നാന്തരം സാരി കിട്ടും. ഈ 7500 രൂപ കൊടുത്ത് ഈ സാധാരണ ചന്തേരി സാരി വാങ്ങിച്ച് എന്തിന് നിങ്ങളുടെ അലമാരയിൽ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ള ഒരു ചിന്ത വരേണ്ടത്, ഒരു സാമാന്യ ബോധം, വിവേകം വരേണ്ടത് നമ്മൾ കസ്റ്റമേഴ്സിനാണ്. നമ്മൾ ഇതിൻ്റെ നേരും നിറയും കണ്ടറിഞ്ഞിട്ട് വേണം ഈ ഓൺലൈൻ പർച്ചേസിങ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കീശയിലിരിക്കുന്ന പൈസ ആശാന്മാർ കൊണ്ടുപോകും. ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മിക്ക സാരികളും സാധാരണ ഓർഗൻസ സാരിയാണ്. ശരിയാണ്, ഇവർ നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് ഇവർ ചിലപ്പോൾ ആ സാരിക്ക് ചേരാത്ത ബ്ലൗസ് പോലും ആയിരിക്കാം ഇട്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഫോട്ടോയുടെ പ്രത്യേകത കൊണ്ട് ആ മിസ്മാച്ചസ് പോലും നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ എടുക്കാനും അത് ആ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ പേജിൽ കാണിക്കാനും വിദഗ്ധരാണ് ഈ പറ്റിക്കാൻ നിൽക്കുന്ന സംരംഭകർ എന്ന് പറഞ്ഞാൽ. 100% ആളുകളെയും ഞാൻ ചേർത്ത് ഇതിൽ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സത്യസന്ധതയോടുകൂടി പാഷൻ ആയതുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സംരംഭകരുണ്ട്. കഷ്ടപ്പെട്ടാണ് അവർ ഡെയിലി അതിന്
വേണ്ടിയിട്ട് സമയവും അവരുടെ എല്ലാം അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്ന ഒരുപാട് വനിതാ സംരംഭകരെ നേരിട്ടറിയാൻ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസം ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ 7 സാരിയെ കാണത്തുള്ളൂ. ആ 7 സാരി 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 7,000 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് കൊള്ള ലാഭമാണ്. ഈ സാരി സ്റ്റോറി ബൈ മിഥില ചെയ്യുന്നത് പോലെ ഒരു ദിവസം 3, 4, 5 വീഡിയോ കഷ്ടപ്പെട്ട് എടുക്കുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള കഷ്ടപ്പാട് പോലും ഇവർക്കതിൽ ആവശ്യമില്ല. ഇതിൽ വീണ് പോകാതെ ഇരിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടത്, ചെയ്യേണ്ടത് നമ്മൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സാധാരണക്കാരാണ്. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഓർഗൻസ സാരി ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 15,500 രൂപയാണ്. 15,500 രൂപ മതിപ്പുള്ള ഓർഗൻസ ഫാബ്രിക് അല്ല അത്. ഇങ്ങനെ ഒതുങ്ങാത്ത, ഇങ്ങനെ പപ്പടം കണക്കിങ്ങനെ നിൽക്കുന്ന ഒരു തരം ലോ ക്വാളിറ്റി ഓർഗൻസ ഫാബ്രിക് ആണത്. ഞാൻ ഒരു ബുട്ടീക്ക്, ഈ സുട്ടാ ബോംബെ എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്കുണ്ട്. അതിൽ പിന്നെ മൾക്കോട്ടൺ വിഭാഗത്തിൽ പെടുന്നതാണ്. പക്ഷെ ദ ഹെയ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്കുണ്ട്, നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു ആ ഒരു ബൊട്ടീക്കുള്ളത്. പക്ഷേ അവിടെ നല്ല ഗ്ലാസ് ഓർഗൻസ, സിൽക്കി ഓർഗൻസ സാരികളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ 7,000 to 14,000 ഒക്കെ പ്രൈസ് റേഞ്ച് വരുന്ന സാരികളാണ്. ആ ഓർഗൻസ ഫാബ്രിക്കും ഇവരുടെ വെബ്സൈറ്റിലിട്ടിരിക്കുന്ന ഓർഗൻസ ഫാബ്രിക്കും തമ്മിൽ നോക്കി ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവരുടെ ഓർഗൻസ മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതി പപ്പടം കണക്ക് ഇങ്ങനെ നിൽക്കുന്ന ഓർഗൻസ, അതായത് തുണിയുടെ ക്വാളിറ്റി കുറയുന്നതിനനുസരിച്ച്, അതായത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള തുണികൾ, ഇപ്പോൾ ടസർ സിൽക്ക് ആണെങ്കിൽ ഭയങ്കര അങ്ങ് പോളിഷായിട്ട് ഗ്ലോയി ആയിട്ട് ഒതുങ്ങാത്ത രീതിയിൽ നിൽക്കുന്ന ടസറുണ്ട്. അതായിരിക്കാം ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത്. നല്ല ഡെയ്സി ടസർ അല്ലെങ്കിൽ മൂങ്ക ടസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ കുറച്ച് ഒതുങ്ങിയിരിക്കും, അതിന് ഇച്ചിരി ഗ്ലോവി ഫിനിഷ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആളുകൾ ഒറ്റ കാര്യം ചിന്തിക്കുക, സാധാരണ ചന്തേരിയിലുള്ള ഒരു സാരി 4,000 രൂപയ്ക്ക് പുറത്ത് വിലമതിപ്പുള്ള ഒരു സാരി 7,500 രൂപ മുടക്കി അഹാന കൃഷ്ണയുടെ പോലുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റി ബ്രാൻഡുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ഓർക്കുക, ഈ അതേ 7,500 രൂപയ്ക്ക് അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ഒറിജിനൽ കാഞ്ചീപുരമോ അല്ലെങ്കിൽ ഒറിജിനൽ ടസർ സിൽക്കോ നിങ്ങൾക്ക് ഉടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഇവരുടെ സ്കിന്നിൻ്റെ കളറും ഒക്കെ വെച്ചിട്ട് ഏത് സാരിയും ഇവർക്ക് ആ ഫോട്ടോയിൽ മനോഹരമായിട്ട് നമുക്ക് തോന്നും. അത് കണ്ടുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ വല്ല പള്ളിപ്പെരുന്നാളിനോ ഉത്സവത്തിനോ ഒക്കെ പോയി ഉത്സവ പറമ്പിൽ നിൽക്കുമ്പോൾ 2,000 രൂപയ്ക്ക് ഇതേ സാരി ഉടുത്ത് വേറെ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമം മറ്റാർക്കെങ്കിലും മനസ്സിലാകുമോ? നമുക്ക് ആരോടെങ്കിലും അത് പറയാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ആർക്കും ഉണ്ടാകാതെ ഇരിക്കുക. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ കൊണ്ടുവന്ന് ഇതുപോലെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുടെ വായിലേക്ക് വെച്ചു കൊടുക്കാതിരിക്കുക. പറ്റിക്കാൻ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് യാതൊരു കാര്യങ്ങളും അറിയാതെ ഈ പ്രവൃത്തി ചെയ്യുക. അതായത് കസ്റ്റമർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ, കസ്റ്റമേഴ്സിനും ഒരു കുറവുണ്ടാകരുത്, അവർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ലതായിരിക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഓണറിനുണ്ട്. അത് കസ്റ്റമേഴ്സിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്കിങ്ങനെ നഷ്ടവും ഉണ്ടാകരുത് എന്നുള്ളൊരു ടെക്നിക്കോട് കൂടി കൊണ്ടുപോകേണ്ടതാണ് ക്ലോത്തിങ് ബിസിനസ് അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണെങ്കിലും എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ പൈസ ഞങ്ങൾ 4 പേരും കൂടെ വട്ടമിട്ടരുത് പങ്കുവയ്ക്കുന്ന സമയത്ത് അധികം ഇച്ചിരി കനമുള്ള എന്തെങ്കിലുമൊക്കെ ഓരോരുത്തർക്കും കിട്ടണം എന്നുള്ള ചിന്തയോട് കൂടി ബിസിനസ് ചെയ്താൽ ഇതുപോലെ ആളുകളെടുത്ത് വലിച്ചു കീറും എന്നുള്ള ഒരു റിയാലിറ്റി ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇവർ മനസ്സിലാക്കിയില്ലെങ്കിൽ വാങ്ങിക്കാനിരിക്കുന്ന നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവർ കൂടുതലായിട്ടും ഈ ഓർഗൻസ ചന്തേരി ഫാബ്രിക് ഒക്കെ ഉടുത്തിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർഗൻസയൊക്കെ ആണെങ്കിൽ ഈ പറയുന്നത് പോലെ പപ്പടം കണക്കിങ്ങനെ ഒരു തരത്തിൽ ഒതുങ്ങാതെ ഇങ്ങനെ ഭൂം എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങിയിരിക്കുന്നതാണെങ്കിൽ അത് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഓർഗൻസ ആയിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ഈ ചന്തേരി ഫാബ്രിക്കിന് 7,500 രൂപ ഇടുമ്പോൾ ഒറ്റക്കാര്യം ചിന്തിക്കുക, 7,500 രൂപയ്ക്ക് നല്ല ഒന്നാം ടസർ സിൽക്ക് നിങ്ങൾക്ക് സാരി നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ചതികളിലൊന്നും പെടാതിരിക്കുക. ഇവർക്ക് വീഡിയോ എടുക്കാനുള്ള എക്സ്പെൻസും ഇവർക്ക് വെപ്പുമുടി വയ്ക്കാനുള്ള എക്സ്പെൻസും ഇവർക്ക് പുട്ടിയടിക്കാനുള്ള എക്സ്പെൻസും ഒക്കെ കൂട്ടിച്ചേർത്താൽ പോലും ഇത്രയധികം എമൗണ്ട് ആകത്തില്ല. തന്നെയല്ല, സാരി വാങ്ങിക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണോ ഇവരുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ പൈസയും ഇവർക്ക് ലിപ്സ്റ്റിക് അടിക്കുന്നതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ പൈസയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്? ഒരിക്കലുമല്ല. കസ്റ്റമറിന് പ്രോഡക്റ്റാണ് വേണ്ടത്, പ്രോഡക്റ്റിന് അനുസൃതമായിട്ട്. അത് കസ്റ്റമറിന് ലാഭം നിങ്ങൾക്ക് നഷ്ടം എന്നുള്ള രീതിയിലല്ല, കസ്റ്റമറിനും ലാഭം നിങ്ങൾക്കും ലാഭം എന്നുള്ള രീതിയിൽ ആ തുണിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില നിശ്ചയിക്കുക എന്നുള്ളൊരു സാമാന്യ ബോധമുള്ള നല്ല സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. ഓൺലൈൻ ബിസിനസ്സിലൂടെ തന്നെ വളർന്നു വന്നിരിക്കുന്ന ഒരുപാട് സംരംഭകരുണ്ട്. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക.
ഇതുപോലുള്ള കള്ളത്തരത്തിൽ പോയി വീഴാതെ ഇരിക്കുക. കാരണം 15,000 രൂപ കൊടുത്തിട്ട് ഒന്നിനും കൊള്ളില്ലാത്ത കർട്ടൻ അടിക്കാൻ പോലും പറ്റില്ലാത്ത തുണി വാങ്ങിച്ച് അലമാരയിൽ വെച്ചിട്ട് ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ, പുറത്ത് ഉടുത്തോണ്ട് പോകാൻ പറ്റത്തുകയില്ലാതെ ഇതിങ്ങനെ മ്യൂസിയം കണക്ക് വെച്ചിരിക്കാനാണോ? നമ്മൾ വല്ല രാജകുമാരികളാണോ? പണ്ടത്തെ സാരി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കണക്ക് വല്ലയിടത്തും ഉടുത്തോണ്ടൊക്കെ പോകണ്ടേ? അപ്പോൾ ഉപകാരമുള്ളത് വാങ്ങിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുക. ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്, ഇത്രയധികം കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്, ഇവർ പെൺകുട്ടികളല്ലേ, അത്രയധികം പെൺകുട്ടികൾ ഉള്ളപ്പോൾ ഇവർ പറ്റിക്കില്ലായിരിക്കും എന്നുള്ള ചിന്താഗതികളൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. എല്ലാവർക്കും പൈസ പൈസ എന്നുള്ളൊരു കാര്യം മാത്രമേ ചിന്തയുള്ളൂ. പൈസയോടൊപ്പം നിങ്ങൾക്ക് കൂടെ വാല്യൂ തരുന്ന നല്ല നല്ല ഓൺലൈൻ ബ്രാൻഡുകളുണ്ട്, ഓൺലൈൻ ബുട്ടീക്കുകളുണ്ട്. അത് അറിഞ്ഞ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങൾ വാങ്ങിക്കുക. എങ്കിൽ പോലും 4,000 രൂപയ്ക്കുള്ള സാരി ഇപ്പം ഞാൻ 7,000 രൂപയ്ക്ക് 7,500 രൂപയ്ക്ക് ഈ സാരി വാങ്ങിച്ചതിന് ശേഷമാണ് ഈ സത്യം മനസ്സിലാക്കിയെങ്കിൽ എൻ്റെ നെഞ്ച് കിടന്ന് നീറൂലേ? നിങ്ങളുടെ നെഞ്ച് നീറൂലേ? എത്രയധികം എക്സ്ട്രാ ഇവരതിന് ഈടാക്കി. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും പോയി ചാടാതിരിക്കുക. ഒരു സ്കാം പോലെയാണ് ഇത്. എത്ര പറഞ്ഞാലും ഇതിങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിൽ ഒരുപാട് ആളുകൾ പോയി അബദ്ധത്തിൽ വീഴും. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾ ഈടാക്കുന്ന പൈസയ്ക്ക് ഇതിലും നല്ല ക്വാളിറ്റിയുള്ള തുണി നിങ്ങൾക്ക് മറ്റ് കടകളിൽ നിന്നും കിട്ടും എന്നുള്ളൊരു കാര്യമെങ്കിലും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.